ധ്യായതോ വിഷയ പുംസ സംഗസ്തേഷുപചായതേ സംഗാൽ സംജായതേ കാമാൽ ക്രോധാഭിജായതേ ക്രോധാൽ ഭവതി സമോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ പ്രണശ്യതി. ഇത് ഭഗവത്ഗീതയിലൊരു പാഠഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാരഥിയായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവത്ഗീതയിലെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ആത്മകഥയിൽ എടുത്തു പറഞ്ഞതുമായിട്ടുള്ള ഗീതോപദേശത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച്, പൊതുരംഗങ്ങളിലൊക്കെ മനുഷ്യനുമായി ഇടപെട്ട് ജീവിക്കുന്ന എല്ലാവരും, അത് കായിക രംഗത്തായാലും കലാരംഗത്തായാലും രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ചുമായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വൈകാരികമായ നിയന്ത്രണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗീതയിൽ നിന്ന് നിരന്തരം ഉദ്ധരിച്ചുകൊണ്ടിരുന്നൊരു ഭാഗമാണിത്. ഇത് അർത്ഥമാക്കുന്നത്, നിങ്ങൾ ധ്യായതോ വിഷയ പുംസ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ടെക്സ്റ്റ് പറയുന്നത്, നിങ്ങൾ വിഷയങ്ങളിൽ ആസക്തനായാൽ, വൈകാരികമായ സംതൃപ്തികളിൽ, ഭൗതികമായ ഫുൾഫിൽമെൻറ്റുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മൂല്യച്യുതിക്ക് കാരണമാകും എന്നാണ്. അതെടുത്ത് പറയാൻ കാരണം വെച്ചാൽ വിഷയങ്ങളിൽ, വിഷയാസക്തികളിൽ, ഭൗതികമായ ലംബടത്വത്തിൽ, സ്ത്രീലംബടത്വത്തിലൊക്കെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ നിർമ്മാണാത്മകമായ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ട് പൂർണ്ണമായും അധപ്പതനത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഇത് വളരെ ശരിയുമാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് മഹാത്മാഗാന്ധിയുടെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ച് പേര്, ചെറുപ്പക്കാരായിട്ടുള്ള ഒന്നോ രണ്ടോ പേര് വരുത്തിക്കുട്ടിയ അത്തരം കുസൃതികളും വികൃതികളും ഒക്കെ എത്രമാത്രം കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. പൊതുവെ പൊതുജനങ്ങൾക്കിടയിലും വളരെ മോശമായ രീതിയിൽ അതിനെ ഗണിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും പ്രശ്നമല്ല. അത് പൊതുരംഗത്ത് പൊതുവെ കണ്ടുവരുന്നൊരു പ്രശ്നമാണത്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ, അത്തരം ഇൻ്റലിജൻസുകളിൽ പക്വമായ സമീപനങ്ങൾ വേണം, നല്ല ട്രെയിനിങ് വേണമെന്ന് എടുത്തെടുത്ത് പറയാൻ വേണ്ടി, ഉദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഉദ്ധരണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ, കായിക, സാമൂഹിക, അതല്ലെങ്കിൽ മറ്റ് മാധ്യമരംഗങ്ങളിലൊക്കെ, അല്ലെങ്കിൽ സിനിമ പോലത്തെ കലാരംഗങ്ങളിലൊക്കെ വരുന്ന ആളുകൾ പൊതുവെ ഊർജ്ജസ്വലരായിരിക്കും, വളരെ ആക്റ്റീവുമായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഊർജ്ജസ്വലതയും ആക്ടിവിസമൊക്കെ അവർ സീരിയസ് ആയി കാണുന്ന, ഐച്ഛികമായി കാണുന്ന ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് വരില്ല. ആ ഊർജ്ജസ്വലത പൂർണ്ണമായിട്ടും ഒരു ജനറ്റിക് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ അവരുടെ എല്ലാ ആക്ടിവിറ്റികളിലും ഉണ്ടാകാം. അത് വിഷയ സാധ്യതകൾ അന്വേഷിക്കുന്നതിലും അവരെ പ്രേരിപ്പിച്ചേക്കാം. അതൊന്നും സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഈ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് ഊർജ്ജസ്വലത പാടുള്ളൂ നിഷ്കർഷിക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. അപ്പോൾ ആ നിഷ്കർഷകളെ, ആ ഊർജ്ജസ്വലതകളെ, ആ ആക്ടിവിസത്തെ, ആ സക്രിയതയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ട ആത്മസംയമനം പാലിച്ചെടുക്കുക എന്നുള്ളത് പൊതുരംഗത്ത് വരുന്ന ഓരോ ആളുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഗീതാഭാഗം. ധ്യായതോ വിഷയ പുംസ സംഗസ്തേഷുപചായതേ സംഗാൽ സംജായതേ ക്രോധാഭിജായതേ ക്രോധാൽ ഭവതി സമോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്നാണ്. പ്രണശ്യതി എന്ന് വെച്ചാൽ വിനാശമാണ്, വിനാശം, ആത്യന്തികമായ സർവ്വവിനാശത്താണ് പ്രണശ്യതി എന്ന് പറയുന്നത്. സംസ്കൃതമാണ്, പക്ഷെ ചെറിയ ടെക്സ്റ്റാണ്, വലിയ മീനിങ് ഉള്ളതാണ്. നമ്മളിപ്പോൾ ഈ അഭിമുഖീകരിക്കുന്ന ഒരു യുവ MLA വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായ കാര്യമാണ് ചെയ്തത് എന്നുള്ളത് കോടതികളോ മറ്റ് നിയമ സംവിധാനങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ അത്തരം ഇൻ്റലിജൻസുകൾ ഒഴിവാക്കാനായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കാലത്ത് പോലെ ഇപ്പോൾ ദുഷ്യന്തനെ പോലെയൊക്കെയുള്ള ആളുകൾ, ദുഷ്യന്തനൊക്കെ മരണപ്പെട്ടതിന് രാജേഷ്മാവ് എന്ന് പറയുന്ന അസുഖം, അത് പിന്നീട് ക്ഷയരോഗമാണെന്നൊക്കെ വിവക്ഷകളുണ്ട്. നിരന്തരം സ്ത്രീലമ്പടത്വം കൊണ്ടും ഭൗതിക സുഖാസക്തികളെ കൊണ്ടും വന്നുപെട്ടൊരു അസുഖമാണെന്ന് പറയുന്നു. ആ കാലത്ത് രാജാവിൻ്റെ കാലത്ത് ചോദ്യം ചെയ്യാൻ ആളില്ല. പക്ഷേ ഇന്ന് രാജാക്കന്മാരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ
നിർവഹിക്കുന്നത് പൊതുരംഗത്തുള്ള രാഷ്ട്രീയക്കാരാണ്. ഇവരൊക്കെ അധികാര പ്രസ്ഥാനങ്ങളിലേക്ക് വരികയും ഭരണരംഗത്ത് രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്ര രീതിയിലുള്ള ബുദ്ധി സാമർഥ്യവും സമനിലയൊക്കെ കാണിക്കേണ്ട ആളുകളാണ്. ആ ആളുകൾ കേവലമായ വിഷയാസക്തി കൊണ്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോകുന്നത്, തകർന്ന് നശിച്ചു പോകുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രത്തിന് നല്ലതല്ല. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്ര നിർമ്മാണ രംഗത്തൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാർ അവരുടെ ഒരു സക്രിയത്വം ഒരു മേഖലയിൽ മാത്രം ഒരു വിരാജിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഐച്ഛികമായ ഒരു രംഗത്ത് മാത്രം നിൽക്കാതെ പരന്നൊഴുകി പോകുന്നത് അവരുടെ കുറ്റമല്ല. പക്ഷേ അത്തരം ഇൻ്റലിജൻസുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംയമനവും ട്രെയിനിങ്ങും ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അല്ലാത്ത ആളുകൾ ഒരു നിർമ്മാണാത്മക പ്രവൃത്തികളിലല്ല വരുന്നത്, അവർ പൂർണ്ണമായിട്ടും വിനാശകരമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് മാറുകയും രാഷ്ട്രത്തിനും പൊതുസമൂഹത്തിനും മൊത്തത്തിൽ അപമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് പൊതുരംഗങ്ങളിൽ വരുന്ന ആളുകൾ വ്യക്തികൾക്കും ബാധകം തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തിപരമായി ചെയ്യുന്ന പ്രശ്നങ്ങൾ അവനെയോ അവൻ്റെ ഏറ്റവും ചുറ്റുപാടുള്ള ആളുകൾ മാത്രമേ ബാധിക്കുള്ളൂ. പക്ഷെ ഭരണരംഗത്തേക്ക് വരാൻ കുറിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരം വിഷയലംപടത്തും സ്ത്രീലംപടത്തൊക്കെ കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊതുവേ രാഷ്ട്രത്തിൻ്റെ ഭരണരംഗം തന്നെ മലീമസമാവുകയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടൊരു സമൂഹമായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് ഈ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ ആത്മകഥകളിലും വായിക്കാനായിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ മഹാത്മാഗാന്ധിയിൽ വായിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു താല്പര്യം, അതിനുള്ളൊരു അല്പം ബുദ്ധിമുട്ടിയാൽ പോലും അത് ചെയ്യാനായിട്ടൊരു മനസ്സ്, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി വിവാഹം ചെയ്ത് മഹാത്മാഗാന്ധി കൊണ്ടുകടന്ന നെടുന്തുണായി നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകൾക്കെങ്കിലും വേണം. മറ്റുള്ളവർക്ക് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും വേണ്ടതാണ്. ഇപ്പോൾ ചരിത്രം മനസ്സിലാക്കുക, പഴയ കാലങ്ങളിലെ അബദ്ധങ്ങളെ മനസ്സിലാക്കുക, അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ പൊതുവെ സേവന രംഗത്തേക്ക് വരുന്ന ഏതാളുകളും സ്വാഭാവികമായിട്ടും മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. അത്തരം ഉൾക്കൊള്ളലുകളില്ലാത്തതിൻ്റെ മൂല്യച്യുതിയാണ് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്.